Hi friends, welcome to iPlus. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഏജ് വൈസ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ്. ഏതൊരു എക്സാമിനും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആണ് ഏജ് വൈസ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അല്ലെ. നെറ്റ് എക്സാം എടുത്താലും സെറ്റ് എക്സാം എടുത്താലും PSC നടത്തുന്ന HSA HSST പരീക്ഷകൾ എടുത്താലും ഒക്കെ തന്നെ നമുക്ക് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഓക്കെ, സോ നമ്മുടെ സെറ്റ് പരീക്ഷയ്ക്കും ഏജ് വൈസ് ലിറ്ററേച്ചറിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ക്വസ്റ്റൻ ഒക്കെ ചെയ്തു വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ക്വസ്റ്റിന് ആൻസർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ റൈറ്റർ ഏത് പീരീഡിൽ ഉള്ളതാണെന്ന് അറിയത്തില്ല. അങ്ങനെയൊക്കെയുള്ള കേസസിൽ ഏജ് വൈസ് ലിറ്ററേച്ചറിനെ കുറിച്ചുള്ള ഒരു ചെറിയ ധാരണയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ ആ ഒരു സമയത്ത് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് എത്തിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നോക്കിയാലോ, ആദ്യം വരുന്ന പീരീഡ് എന്ന് പറയുന്നത് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് ആണ്. ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ്. ഓക്കെ, ആംഗ്ലോ സാക്സൺ ഡയലക്റ്റ് ആയിരുന്നു ഈ കാലത്ത് ഉണ്ടായിരുന്നത്. കാരണം മറ്റൊന്നുമല്ല, അന്ന് ആംഗ്ലോ സാക്സൺസ് എന്ന് പറയുന്ന ആംഗിൾസും സാക്സൺസും ജൂട്ട്സും ആയിരുന്നു ഇംഗ്ലണ്ടിലേക്ക് എത്തിയത്. ഓക്കെ, ഇംഗ്ലണ്ട് ഇൻവേഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ പല തരത്തിലുള്ള ഏരിയാസും കോൺക്വർ ചെയ്യാനായിട്ട് അവരായിരുന്നു എത്തിയിരുന്നത്. ഓക്കെ, സോ ആംഗ്ലോ സാക്സൺസിന്റെ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ്. ആ സമയത്തുള്ള റൈറ്റേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് റൈറ്റേഴ്സ് ഒന്നും ഇല്ല, നമുക്ക് വളരെ ഫ്യൂ റൈറ്റേഴ്സ് ഒക്കെ ഉള്ളൂ. നമ്മുടെ ക്രിസ്ത്യൻ തീംസിലൊക്കെ റൈറ്റിംഗ്സ് എഴുതുന്ന കുറച്ച് റൈറ്റേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, പ്രധാനപ്പെട്ട ഒരാളായിരുന്നു നമ്മുടെ സൈനി വൂൾഫ്. ഓക്കെ, സൈനി വൂൾഫ്. ഇനി മറ്റൊരു റൈറ്റർ കൂടെ ഉണ്ട്. ആ റൈറ്ററിന്റെ പേരാണ് കാഡ്മോൻ. ഓക്കെ, CAEDMON, കാഡ്മോൻ. ഇങ്ങനെ രണ്ട് റൈറ്റേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നു. ഇനി നോക്കിക്കേ, ഈ സമയത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് അനോണിമസ് ആയിട്ടുള്ള ബിയോവൂൾഫ്. ഓക്കെ, വളരെ മികച്ച ഒരു വർക്ക് ആയിരുന്നു ബിയോവൂൾഫ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ മിഡിൽ ഇംഗ്ലീഷ് പീരീഡിലേക്കാണ്. മിഡിൽ ഇംഗ്ലീഷ് പീരീഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കാൻഡംബറി ടെയിൽസ് അടക്കമുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ലീഡിംഗ് റൈറ്റേഴ്സിന്റെ നിരയിൽ നമുക്ക് ഫേമസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? ജെഫ്രി ചോസർ ആയിരുന്നു ഏറ്റവും മുൻനിരയിലുള്ളത് അല്ലെ. ഇനി ഇത് കൂടാതെ നമുക്ക് ഗവർ ഉണ്ടായിരുന്നു, ജോൺ ഗവർ. അതുപോലെ തന്നെ നമുക്ക് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ലാംഗ്ലൻഡ്. ഓക്കെ, വില്യം ലാംഗ്ലൻഡ്, പിയേഴ്സ് ദ പ്ലോമാൻ എന്ന വർക്ക് ഒക്കെ എഴുതിയിട്ടുള്ള ലാംഗ്ലൻഡ്. ഓക്കെ, നിസ്സാര സമയം കൊണ്ട് നമ്മൾ ഒരു കൂട്ടം റൈറ്റേഴ്സിനെ പഠിച്ചു, അവരുടെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് പുസ്തകങ്ങളും നോക്കി. മിഡിൽ ഇംഗ്ലീഷ് പീരീഡിൽ നമുക്ക് എന്താണ് ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലക്ട് ഉണ്ടായിരുന്നു. ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്ട് ഇതായിരുന്നു ചോസർ അടക്കമുള്ള റൈറ്റേഴ്സ് യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ആംഗ്ലോ സാക്സൺ ഡയലക്ടിന് വേരിയേഷൻസ് വന്നിട്ട് അത് ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്ട് ആയിട്ട് മാറി. ഇനി ഫൈനൽ സ്റ്റേജിലാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് വരുന്നത്. ഓക്കെ, സോ അടുത്തതായിട്ട് റെനൈസൻസ് പീരീഡ് ആണ്. ക്വീൻ എലിസബത്തിനെ പോലെയുള്ള ഏറ്റവും മികച്ച റൂളേഴ്സ് ഒക്കെയുള്ള സമയമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നെസ്റ്റ് ഓഫ് സിംഗിങ് ബേർഡ്സ് എന്നായിരുന്നു ഈ കാലത്ത് ഇംഗ്ലണ്ട് അറിയപ്പെടുന്നത്. ഇനി അതിനുശേഷം നമുക്ക് പ്യൂരിറ്റൻ പീരീഡും ഉണ്ടായിരുന്നു. അടുത്തതായിട്ട് നമുക്ക് നിയോ ക്ലാസിക്കൽ പീരീഡ് ആണ്. വളരെ പ്രധാനപ്പെട്ട നിയോ ക്ലാസിക്കൽ പീരീഡ് ആണ്. ഡ്രൈഡൻ അടക്കമുള്ള റൈറ്റേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു പീരീഡിൽ, വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റൊമാൻറ്റിക് പീരീഡ് ആണ്. റൊമാൻറ്റിക് പീരീഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വേൾഡ്സ്വർത്ത്, കോളറിഡ്ജ്, ലിറിക്കൽ ബാലറ്റ്സിന്റെ പബ്ലിക്കേഷൻ. ആ ഒരു പബ്ലിക്കേഷനോട് കൂടി 1798 1798 ലിറിക്കൽ ബാലറ്റ്സ് പബ്ലിഷ് ചെയ്യുന്നതോടുകൂടിയാണ് നമ്മുടെ റൊമാൻറ്റിക് പീരീഡ് സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വിക്ടോറിയൻ പീരീഡ് ആണ്. വിക്ടോറിയൻ കാലഘട്ടത്തിലാണ് ഇംഗ്ലണ്ടിൽ ഒരു വലിയ ടൈറ്റിൽ നമുക്ക് വരുന്നത്. അതെന്താണ്? സൺ നെവർ സെറ്റ്സ് ഇൻ ദ ബ്രിട്ടീഷ് എംപയർ. ഓക്കെ, സൺ നെവർ സെറ്റ്സ് ഇൻ ദ ബ്രിട്ടീഷ് എംപയർ എന്നുള്ള ടൈറ്റിലൊക്കെ ആയിട്ട് ഇത് മുന്നോട്ട് പോയിരുന്നത് ഈ ഒരു സമയത്താണ്, വിക്ടോറിയൻ പീരീഡ്. ഓക്കെ, വിക്ടോറിയൻ പീരീഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് വിക്ടോറിയൻ എക്സിബിഷൻ അഥവാ ഗ്രേറ്റ് എക്സിബിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി രാജ്യങ്ങളൊക്കെ തന്നെ ആ വിക്ടോറിയയുടെ അല്ലെങ്കിൽ വിക്ടോറിയയുടെ അഥവാ ഇംഗ്ലണ്ടിന്റെ ആ ഒരു കരുത്തും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ട്രഷറും കണ്ടിട്ട് ഒരിക്കലും അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് പാടില്ല, ഒരിക്കലും അവരെ അറ്റാക്ക് ചെയ്യണം എന്നൊരു ചിന്ത പോലും ബാക്കി രാജ്യങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള പോയിന്റിലാണ് വിക്ടോറിയൻ ഏജ് സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി വിക്ടോറിയയുടെ മകനായ എഡ്വേർഡ് 7ാമന്റെ കാലമായിരുന്നു എഡ്വേർഡിയൻ പീരീഡ്. ഒരുപാട് പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു. വിക്ടോറിയൻ കാലത്ത് ഹാർഡി ഒക്കെ ഉണ്ടായിരുന്നു, അവർ തന്നെയാണ് ശരിക്കും എഡ്വേർഡിയനിലും കണ്ടിന്യൂ ചെയ്യുന്നത്. ഇനി ജോർജ് 5ാമന്റെ കാലഘട്ടമായിരുന്നു ജോർജിയൻ പീരീഡ്. അതുപോലെ തന്നെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ വിർജീനിയ വൂൾഫ് ഒക്കെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ജെയിംസ് ജോയ്സ് ഒക്കെയുള്ള TS എലിയറ്റ് ഒക്കെയുള്ള മോഡേൺ പീരീഡ് ആണ് പിന്നീട് വന്നത്. നമ്മുടെ തിയറികളുടെ പേരിൽ പോപ്പുലർ ആയിട്ടുള്ള പോസ്റ്റ് മോഡേൺ പീരീഡ് പിന്നീട് നമുക്ക് ലിറ്ററേച്ചറിൽ കാണാനായിട്ട്
സാധിച്ചു. മോഡേൺ പീരീഡിന്റെ മറ്റൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് വാർ പോയിട്രിയും അതുപോലെ തന്നെ വാർ പോയിട്രി എഴുതിയിരുന്ന റൈറ്റേഴ്സും. ഓക്കെ, അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേൾഡ് വാറിൽ നമ്മൾ കണ്ടത് മിൽട്ടൺ അടക്കമുള്ള റൈറ്റേഴ്സ് വാറിനെ ഗ്ലോറിഫൈ ചെയ്തതാണ്. പക്ഷെ വാറിനൊരു നെഗറ്റീവ് വശം കൂടെ ഉണ്ട്. വാറിനേക്കാൾ ഫാർ ബെറ്റർ ആണ് കോംപ്രമൈസ് എന്നുള്ള കോൺസെപ്റ്റുമായിട്ടാണ് നമ്മുടെ വാർ പോയിറ്റ്സ് ഒക്കെ തന്നെ മുൻനിരയിലേക്ക് വരുന്നത്. അതിനുശേഷം നമുക്ക് പോസ്റ്റ് മോഡേൺ പീരീഡ് ഉണ്ടായി. ഈ കാലഘട്ടത്തിലൊക്കെ തന്നെ നിലനിന്നിരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മോഡേൺ പീരീഡിലും പോസ്റ്റ് മോഡേൺ പീരീഡിലും ഒക്കെ ഉണ്ടായിരുന്നത് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ആണ്. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മുടെ ലിറ്ററേച്ചറിലെ ഏജുകൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. നമ്മൾ പഠിക്കുന്ന എല്ലാ പുസ്തകങ്ങളും, ബ്രിട്ടീഷ് ലിറ്ററേച്ചറുമായിട്ട് പഠിക്കുന്ന എല്ലാ പുസ്തകങ്ങളും, എഴുത്തുകാരും തിയറികളും ഒക്കെ തന്നെ ഈ ഏജ് വൈസ് അല്ലെങ്കിൽ നമ്മുടെ പീരീഡുകളിലാണ് ഇൻക്ലൂഡഡ് ആവുന്നതെന്ന് ഓർക്കണം. അപ്പൊ ഏറ്റവും ബേസ് ലെവലിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ 10 ഏജസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. സോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ ഓഫ് യു.